മുഖ്യ ഗൗണ ധർമ്മങ്ങളെ എങ്ങനെ വേർതിരിച്ചറിയാം? വേർതിരിച്ചറിഞ്ഞേ മതിയാവും. വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ധാർമ്മികമായി ലോകത്തിൽ ജീവിക്കാൻ പറ്റൂ. താല്പര്യം ഓരോ സന്ദർഭത്തിലും നമുക്ക് മുഖ്യധർമ്മം ഉണ്ടാവും. ഓരോ സന്ദർഭത്തിലും മുഖ്യമല്ലാത്ത ധർമ്മം ഉണ്ടാവും. അത് വേർതിരിക്കാൻ സാധിക്കും. ഒരു അധ്യാപകൻ അഥവാ ഒരു അധ്യാപിക വിദ്യാലയത്തിലെത്തുമ്പോൾ അവിടെ മുഖ്യധർമ്മം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളതാണ്, ടീച്ചർ എന്നുള്ളതാണ്. താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തൻ്റെ മകനോ മക്കളോ ഉണ്ടെങ്കിലും അത് അമ്മയോ അച്ഛനോ അല്ല, ടീച്ചറാണ്. ടീച്ചറായിരിക്കണം. അവിടെ അമ്മ അച്ഛൻ എന്ന ഭാവം വന്നോ അവർ ടീച്ചർ എന്ന നിലയ്ക്ക് പരാജയപ്പെടും. കാരണം മുഖ്യധർമ്മം അതാണ്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു അമ്മേന്നും പറഞ്ഞ് വരിക പിന്നെ ഞാനൊരു ടീച്ചറാണ് പറ്റുമോ? ഇല്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ അഥവാ അച്ഛൻ എന്നുള്ളതിനാണ് മുഖ്യത്വം, ടീച്ചർ എന്നുള്ളതിന് ഗൗണത്വമാണ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിലുടനീളം മുഖ്യവും ഗൗണവും വിഭിന്നമായിട്ട് വരും. അതതിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ ധർമാചരണം സാധിക്കൂ. അല്ലെങ്കിൽ ധർമാചരണം സാധിക്കില്ല. മുഖ്യവും ഗൗണവും വിരുദ്ധമല്ലാതെ വന്ന പ്രശ്നമല്ല രണ്ടും ആചരിക്കാം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. മുഖ്യവും ഗൗണവും വിരുദ്ധമല്ലാതെ വന്നാൽ ഒരു പ്രശ്നമില്ല, രണ്ടും ആചരിക്കാം. എന്നാൽ മുഖ്യവും ഗൗണവും വിരുദ്ധമായി വന്നാൽ ഗൗണത്തെ ഉപേക്ഷിക്കണം, മുഖ്യത്തെ ആചരിക്കണം. അത് വളരെ ദുഃഖകരമായിരിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. ശ്രീകൃഷ്ണനെ നമ്മളാരും മര്യാദാ പുരുഷോത്തമനെന്നോ ധർമ്മവിഗ്രഹം എന്നോ ഒന്നും പറയാറില്ല. ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയായിട്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. എന്നാൽ നമ്മൾ മര്യാദാ പുരുഷോത്തമനായിട്ട് ധർമ്മവിഗ്രഹമായിട്ട് പറയുക ശ്രീരാമനെയാണ്. ശ്രീരാമന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായി വന്നപ്പോൾ ഗൗണത്തെ ഉപേക്ഷിക്കുകയും മുഖ്യത്തെ അനുഷ്ഠിക്കുകയും ചെയ്യാൻ വേണ്ടി നിത്യവും ജീവിതത്തിൽ ദുഃഖം സ്വീകരിച്ച ആളായിരുന്നു ശ്രീരാമൻ. എപ്പോഴും ദുഃഖം. എന്തിനാ രാമൻ ദുഃഖിച്ചേ? മുഖ്യമാചരിക്കാൻ, ഗൗണത്തെ ഉപേക്ഷിക്കാൻ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാഠമായിരിക്കണം. അപ്പം നമുക്ക് എപ്പോഴും ഇപ്പം ഞാൻ നിങ്ങളെ മുമ്പിലൂടെ ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ സന്യാസിയാണ്, എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇതിൻ്റെ സംഘാടകർ ക്ഷണിച്ചത് കൊണ്ട് പ്രഭാഷണത്തിന് വന്നു. 7 മണി മുതൽ 9 മണി വരെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മുഖ്യധർമ്മം ഇവിടെ ഈ സംസാരിക്കുന്ന, ഈ പ്രഭാഷണം ചെയ്യുന്ന ആൾ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്യാണെന്ന് വിചാരിച്ചു. ഞാൻ കാറിൽ ഡ്രൈവറുടെ സീറ്റിലിരുന്നു. അവിടെ ഞാൻ ഡ്രൈവറാണ്. അവിടെ എൻ്റെ മുഖ്യധർമ്മം ഡ്രൈവറുടെ ധർമ്മമാണ്, അവിടെ പ്രഭാഷണത്തിൻ്റെ ധർമ്മമാണ്. അതേ ഞാൻ ആശ്രമത്തിലെത്തി. ആശ്രമത്തിൻ്റെ കാര്യകർത്താവ് എന്നുള്ള വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ അവൾ ഡ്രൈവറല്ല, അവളുടെ പ്രഭാഷകനുമല്ല, അവിടെ തീർത്തും ആ കാര്യകർത്താവാണ്. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ കുട്ടിയെപ്പോലുള്ളവനല്ല. ഒരിക്കലും കുട്ടിയെപ്പോലെ ആരും കളിക്കരുത്. കുട്ടിയായിട്ട് കളിക്കണം. നമ്മൾ കുട്ടിയായിരിക്കണം. ഞാൻ വിദ്വാൻ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വിദ്വാനായിരിക്കണം. ഞാൻ ഭ്രാന്തന്മാരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയല്ല, ഞാൻ ഭ്രാന്തനായിരിക്കണം. ഓരോ സന്ദർഭത്തിലും അതതിനാവശ്യമുള്ള ഭാവത്തെ തന്നിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ അപ്പോഴൊക്കെ മനസ്സിലാക്കുക, ഞാനിതൊന്നുമല്ല.
ഇതിനൊക്കെ ഉപരിയാണ് എൻ്റെ സ്വരൂപമെന്ന്. ഇരിക്കട്ടെ. ശരി.